കേസിൽ പിടിയിലായ 5 പ്രതികളിൽ 4 പേരും BJP അനുഭാവികളെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 1, 2, 3, 5 പ്രതികളാണ് BJP അനുഭാവികൾ. 4ാം പ്രതി ആനന്ദൻ CI2 പ്രവർത്തകനെന്നും റിപ്പോർട്ട് പറയുന്നു. നഷ്ടപരിഹാരം അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ രാംനാരായണന്റെ കുടുംബം സമ്മതിച്ചു. 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം. RSSന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് രാംനാരായണൻ എന്ന് മന്ത്രി MP രാജേഷ് തുറന്നടിച്ചു. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട് പാലക്കാട് നിന്ന്. അജിത്ത്, ആരോപണങ്ങൾ മുൻപ് തന്നെ വന്നിരുന്നു. രാഷ്ട്രീയ ബന്ധം അത് പരിശോധിച്ച് അതിനെ അടിവരയിടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും. എന്തൊക്കെയാണ് അതിൽ വ്യക്തമാകുന്നത്? സംഗീത സക്കറിയ, അതിൽ ഏറ്റവും പ്രധാനമായി ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള അനു 15 കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. വിവിധ സ്റ്റേഷനുകൾ പരിധികളിൽ 15 കേസുകളിലാണ് പ്രതിയായിരിക്കുന്നത്. ആ അനുവും അതുപോലെ തന്നെ പ്രസാദ്, വിപിൻ ഉൾപ്പെടെയുള്ളവർ BJPയുടെ അനുഭാവികളാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള ആനന്ദൻ CI2 പ്രവർത്തകനാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനമായും ഇതിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളടക്കം ഉയരുന്ന സാഹചര്യമാണ്. രാവിലെ മന്ത്രി MP രാജേഷ് തന്നെ ഈ അക്രമത്തിനും കൊലപാതകത്തിനും നേതൃത്വം കൊടുത്തത് RSSന്റെ ഏറ്റവും പ്രവർത്തകരായി നിൽക്കുന്ന ആളുകളാണെന്ന് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളടക്കം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ കാര്യങ്ങൾ ഓൺ ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന സ്ഥിതിയുണ്ടായി. ഇന്നലെ കോൺഗ്രസും ഈ സംഭവത്തിൽ പങ്കെടുത്തതിൽ 15 പേരിൽ 14 പേരും BJP അനുഭാവികളും ഒരാൾ ഇത്തരത്തിൽ CPM അനുഭാവിയുമാണെന്നുള്ള ആരോപണവും മുന്നോട്ട് വെച്ചിരുന്നു. ഏതാണെങ്കിലും ഈ സംഭവത്തിൽ രാഷ്ട്രീയമായ മാനങ്ങൾ കൂടുതലായി കൈവരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സുബൈർ വധക്കേസിലെ പ്രതി കൂടി ഇത്തരത്തിൽ കോടതിയിൽ ഇവരെ കാണാനായി എത്തിയെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ, അതിൻ്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഷ്ട്രീയ ബന്ധങ്ങളും ഇത്തരത്തിൽ പോലീസ് പരിശോധിക്കുന്നുവെന്ന് രാവിലെ SP പറഞ്ഞതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പോലീസിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. അത്രയും സുപ്രധാനമായ ഒരു കേസിലെ പ്രതി ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നത് ഉൾപ്പെടെ പോലീസ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. ഇക്കാര്യത്തിൽ ഈ രാഷ്ട്രീയപരമായ മാനം കൂടി വരുമ്പോൾ ഇതിന്റെ ഗതി എങ്ങോട്ടേക്ക് മാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിലൂടെ വ്യക്തമാവുന്നത് അജിത്ത്? അതായത് പോലീസ് തന്നെ പറയുന്നത് ഒറ്റയ്ക്കൊരു കാരണം കൊണ്ടല്ല ഈ അക്രമം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ 1ാമത്തെ കാര്യം ഇത്തരത്തിൽ ഈ വംശീയമായ ഒരു കാരണമുണ്ട്. അതായത് ബംഗ്ലാദേശി ആണെന്ന് കരുതിക്കൊണ്ടാണ് ഈ അക്രമം നടത്തിയത്. അതിലൊരു വംശീയമായ കാരണമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പറയുന്നത്. 2, മോഷണം സംശയം വെച്ചുകൊണ്ടുള്ള അക്രമം നടന്നിട്ടുണ്ട്. 3, ഇത്തരത്തിൽ അപരിചിതനായ ഒരാൾ അവിടെ എത്തി ഇത്തരത്തിൽ പെരുമാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും അറിയുന്നത്. അതിൽ ഈ 3 കാരണങ്ങളാൽ ഈ അക്രമത്തിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അതിൽ ഈ വംശീയമായ സ്വഭാവം പങ്കെടുത്തുകൊണ്ട്, അതായത് ബംഗ്ലാദേശിയാണെന്ന് കരുതിക്കൊണ്ട് അക്രമം നടത്തിയ ആളുകൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വീഡിയോയിൽ ഉൾപ്പെടെ ബംഗ്ലാദേശിയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അക്രമം ആകെ നടത്തുന്നത്. നമ്മൾക്ക് വീഡിയോയിൽ നിന്ന് നമ്മൾ കണ്ടതുമാണ്. അതുതന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. ഈ പിടിയിലായവരുടെ Facebook അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ വിദ്വേഷകരമായ, ഹീനമായ, സമാനമായ കുറ്റകൃത്യം ചെയ്യാൻ എല്ലാ സ്വഭാവവുമുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്തരം പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇതിനൊരു രാഷ്ട്രീയ മാനം അത് തന്നെയാണ്. എന്നാണെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി വരികയാണ്. അതിൽ രാഷ്ട്രീയ മാനം കൂടി കലരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമാകുന്ന കാര്യം. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.